ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നൊരു റെസിപ്പി നോക്കാം. ഞാനിവിടെ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലുള്ളതാണെങ്കിൽ അത് മാറ്റിയിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ മസാല, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ലെമൺ ജ്യൂസും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് മാറ്റി വെക്കാം. ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ അടച്ച് മാറ്റി വെച്ചാലും മതിയാവും. ഇനിയിപ്പോൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ബോയിൽ ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 2 കപ്പ് പാസ്ത ആട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നന്നായി ബോയിൽ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു 12 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ പാസ്ത ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെള്ളം മാറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് കുറച്ച് നോർമൽ വാട്ടർ ഇതിൻ്റെ മുകൾ ഭാഗത്തോടും കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സെയിം റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് വെച്ചേക്കുന്ന ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ നന്നായി ഫ്രൈ ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ഒരു സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ നല്ല ചെറുതായിട്ട് വേണം ഗാർലിക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടൊമാറ്റോ ഇതുപോലെ നല്ല രീതിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷമുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓയിൽ വളരെ കുറച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വളരെ കുറച്ച് ഓയിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല, അതിൽ തന്നെ കേട്ടോ സോട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല രീതിയിൽ വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ തക്കാളി അരച്ച് വെച്ചത് കുറച്ച് സമയം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്തിരി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പാസ്ത വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ആ ഒരു തിക്നെസ് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പാസ്തയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ക്രീം വളരെ കുറച്ചാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ ക്രീമി ആൻഡ് സ്പൈസി ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയുടെ അളവുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആക്കാനായിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചില്ലി പൗഡറും ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ പാസ്ത ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.